തൃശൂർ ഒല്ലൂർക്കരയിൽ താമര വരച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് മറ്റു മുന്നണികളേക്കാൾ ഒരുപടി മുന്നേ തുടക്കമിട്ട് ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. തുടർന്ന് ഇന്ന് ഹയാത്ത് ഹോട്ടലിൽ നടക്കുന്ന ചടങ്ങിൽ പ്രമുഖരുമായി സംവദിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയും നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളുമാകും ബി.ജെ.പി. തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമാക്കുകയെന്ന് കേരളത്തിൽ ആദ്യമായി സന്ദർശനത്തിനെത്തിയ നിതിൻ നബീൻ പറഞ്ഞു. LDFും UDFും സനാതനധർമ്മത്തെ നശിപ്പിക്കുകയാണെന്ന് പാർട്ടി അധ്യക്ഷൻ പറഞ്ഞു. ഇരു മുന്നണികളും മാറി മാറി ഭരിച്ച് കേരളത്തെ നശിപ്പിച്ചിരിക്കുകയാണ്. ഇരു മുന്നണികളുടെയും അഴിമതിയും പ്രീണനവും തുറന്നുകാട്ടി ജനങ്ങളെ സമീപിക്കണം. ശബരിമലയെ തകർത്തുകൊണ്ട് അധികാരം നിലനിർത്താമെന്നാണ് ഇരു മുന്നണികളും ശ്രമിക്കുന്നതെന്നും നിതിൻ നബീൻ ആരോപിച്ചു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30 സീറ്റുകളിൽ വിജയം ഉറപ്പാക്കാൻ വലിയ തന്ത്രങ്ങളാണ് ബി.ജെ.പി. ആവിഷ്കരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പാർട്ടിക്ക് 30% വോട്ടിലധികം ലഭിച്ച 30 നിയമസഭാ മണ്ഡലങ്ങളിൽ എന്ത് വില കൊടുത്തും വിജയം ഉറപ്പാക്കാനാണ് പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിനനുസരിച്ചുള്ള തന്ത്രങ്ങളാവും പാർട്ടി തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുക. ഈ മണ്ഡലങ്ങളിൽ ഒരു കക്ഷിയിലും പെടാതെ ചാഞ്ചാടി നിൽക്കുന്ന 10% വോട്ടുണ്ടാകുമെന്ന് നിതിൻ നബീൻ ചൂണ്ടിക്കാട്ടി. മുന്നണിയുടെ വിശ്വാസ്യത ഉയർത്തിക്കാട്ടി ഈ വോട്ടുകൾ കൂടി നേടി വിജയം ഉറപ്പാക്കാനാണ് കൊച്ചിയിൽ നടന്ന നേതൃയോഗത്തിൽ അധ്യക്ഷന്റെ ആഹ്വാനം. കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരിയിൽ താജ് ഹോട്ടലിൽ നടന്ന സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ വിഷയമായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. NDA ഘടകകക്ഷികളായ തുഷാർ വെള്ളാപ്പള്ളി, സാബു ജേക്കബ്, AV താമരാക്ഷൻ, കുരുവിള മാത്യൂസ്, ഹരികുമാർ, വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, S രാജേന്ദ്രൻ, KT തോമസ് തുടങ്ങിയവരുമായി ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. Subscribe to One India and never miss an update.